Detonator charge. ഓപ്പൺഹൈമർ ന്യൂയോർക്കിൽ നിന്നുള്ള പ്രഗത്ഭനായ ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ ലോകത്തിൻ്റെ അന്തകനായി മാറിയ കഥ. ആറ്റം ബോംബിൻ്റെ പിതാവെന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട ജെ റോബർട്ട് ഓപ്പൺഹൈമർ എന്ന തിയററ്റിക്കൽ ഫിസിസ്റ്റ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറിയ കഥ. ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ച് ആ രാജ്യം തന്നെ അയാളെ നിരന്തര വിചാരണകൾക്കിരയാക്കിയ കഥ. 2023 ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓപ്പൺഹൈമർ എന്ന സിനിമ ഹിരോഷിമ ദിനത്തിൽ വീണ്ടും കാണാനെടുക്കുന്നതിന് കാരണങ്ങളേറെയുണ്ട്. Quantum physics is not a step forward, it is a new way to understand reality. ലിറ്റിൽ ബോയ് ഒരു സയൻറ്റിഫിക് ഇന്നോവേഷൻ മാത്രമായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ ആയുധമായിരുന്നു. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിനുമേൽ ആധിപത്യം നേടാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ തന്ത്രങ്ങളുടെ ഫലമായിരുന്നു ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ എന്നീ ബോംബുകൾ. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക ലിറ്റിൽ ബോയ് പ്രയോഗിച്ചു. ഒരു നിമിഷം കൊണ്ട് 1,00,000-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു. 35,000-ലധികം പേർക്ക് പരിക്കേറ്റു. 2.5 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരുന്ന സകലതും തകർക്കപ്പെട്ടു. മാനവ ചരിത്രത്തിലെ ഒരു പുതിയ യുഗം അവിടെ തുടങ്ങുകയായിരുന്നു. ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ഏജ്, ദി ആറ്റോമിക് ഏജ്. ആറ്റം ബോംബ് ഒരു ശാസ്ത്രീയ അനിവാര്യതയായിരുന്നില്ല, മറിച്ച് സാമ്രാജ്യത്വത്തിൻ്റെ കുയുക്തിയിൽ പിറന്ന ഒരു രാഷ്ട്രീയ ആവശ്യമായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ ക്യാപിറ്റലിസത്തിൻ്റെ അന്ത്യം ഏതാണ്ട് അടുത്തെത്തിയിരുന്നു. അത് അമേരിക്കൻ ഫിനാൻസ് ക്യാപിറ്റലിസത്തിന് സർവാധിപത്യത്തിൻ്റെ സാധ്യതകൾ തുറന്നിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ശക്തിയെ അമേരിക്കയ്ക്ക് തകർക്കണമായിരുന്നു. അതിനായി ന്യൂക്ലിയർ ഫിസിക്സിനെ ഉപയോഗിക്കാൻ, ഹിരോഷിമയിലെ ജനങ്ങൾക്കുമേൽ ആറ്റം ബോംബ് പരീക്ഷിക്കാൻ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തീരുമാനമെടുക്കുന്നിടത്ത് ഓപ്പൺഹൈമറിൻ്റെ ഹിരോഷിമയുടെ വിധി നിർണ്ണയിക്കപ്പെടുന്നു. 1945 ആഗസ്റ്റ് 2-ാം വാരത്തിൽ റെഡ് ആർമി ജപ്പാനിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോഴേക്കും രാജാധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ജപ്പാൻ കീഴടങ്ങാൻ സന്നദ്ധമായിരുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ബോംബ് പരീക്ഷിക്കണമായിരുന്നു. സോവിയറ്റ് യൂണിയനുമേൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. ഇവിടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഭൗമരാഷ്ട്രീയ പരിസരത്തിലേക്ക്, അതിൻ്റെ സംഘർഷങ്ങളിലേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരെ സിനിമ വലിച്ചിഴക്കുന്നു. അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെ സിനിമ പ്രശ്നവൽക്കരിക്കുന്നു. ടൈം മാസികയുടെ മുഖചിത്രമായി പ്രസിദ്ധീകരിച്ച തൻ്റെ ചിത്രം ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് അതിലെഴുതപ്പെട്ട വാക്കുകൾ റോബർട്ട് ഓപ്പൺഹൈമറെ വേട്ടയാടുന്നു. നൗ ഐ ആം ബിക്കം ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് വേൾഡ്സ് എന്നാണ് പിന്നീട് ഒരിടത്ത് ഓപ്പൺഹൈമർ തന്നെ പറയുന്നത്. എൻ്റെ കൈകളിൽ രക്തമുണ്ടെന്ന് ഓപ്പൺഹൈമർ പറയുമ്പോൾ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ അതിനെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. ചാരവൃത്തി ആരോപിച്ച് ഓപ്പൺഹൈമർ വിചാരണ ചെയ്യപ്പെടുന്ന രംഗങ്ങളിൽ അമേരിക്കയുടെ അന്നത്തെ ആണവോർജ കമ്മീഷണറായിരുന്ന ലൂയിസ് സ്ട്രൗസിൻ്റെ മാന്യതയുടെ മുഖംമൂടി തുറന്നു കാട്ടുന്നത് പോലെ ആറ്റം ബോംബിൻ്റെ നിർമ്മാണവും അതിനായുള്ള തയ്യാറെടുപ്പുകളും അതിന് പിന്നിലെ സംഭവങ്ങളുമെല്ലാം സിനിമ കാണിക്കുന്നുണ്ട്. ലിറ്റിൽ ബോയ് വന്നു പതിച്ച ഹിരോഷിമയിലെ മനുഷ്യർ ഒരു ഫ്രെയിമിൽ പോലും വരുന്നില്ലെന്നത് ഓപ്പൺഹൈമറിനെ വിമർശന വിധേയമാക്കാനുള്ള കാരണമാണ്. പക്ഷേ സിനിമ ശ്രമിക്കുന്നത് അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെ പ്രശ്നവൽക്കരിക്കാനാണ്. ലോകം ആണവായുധ ഭീഷണിയുടെ വക്കിലൂടെ കടന്നുപോയ കഴിഞ്ഞ മാസങ്ങളിൽ ഇതേ ചോദ്യം വീണ്ടും ശക്തമായിരുന്നു. ഓപ്പൺഹൈമർ ഒരിക്കൽ കൂടി കാണാനെടുക്കുന്നതിൻ്റെ കാരണവും അതുതന്നെ.